മുഈൻ അലി ശിഹാബ് തങ്ങൾക്കെതിരെ ഭീഷണി സന്ദേശം അയച്ച റാഫി പുതിയകടവിലിനെ ചോദ്യം ചെയ്തു. മുഈൻ അലി തങ്ങളുടെ പരാതിയിൽ മലപ്പുറം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയാണ് ചോദ്യം ചെയ്തത്. തങ്ങളെ ഭീഷണിപ്പെടുത്തിയതല്ലെന്നും തമാശ രൂപേണ പറഞ്ഞതാണെന്നുമാണ് റാഫി പറയുന്നത്. ഞായറാഴ്ച രാത്രിയാണ് റാഫി പുതിയകടവിലിനെ മലപ്പുറം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയത്. വധിക്കുമെന്ന് ഭീഷണി മുഴക്കി സന്ദേശം അയച്ചെന്ന മുഈൻ അലി തങ്ങളുടെ പരാതിയിലായിരുന്നു ചോദ്യം ചെയ്യൽ. നേരത്തെ മുഈൻ അലി തങ്ങളുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് റാഫിക്കെതിരെ കലാപാഹ്വാനം, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി കേസെടുത്തിരുന്നു. തുടർന്നാണ് ചോദ്യം ചെയ്യലിനായി റാഫിയെ വിളിച്ചു വരുത്തിയത്. ഞായറാഴ്ച രാത്രി ആരംഭിച്ച ചോദ്യം ചെയ്യൽ രാത്രി വൈകും വരെ നീണ്ടു. അതേസമയം തങ്ങളെ ഭീഷണിപ്പെടുത്തിയതല്ലെന്നും തമാശ രൂപേണ പറഞ്ഞതെന്നുമാണ് റാഫി പറയുന്നത്. തങ്ങളും താനുമായി നല്ല ബന്ധമാണെന്നും ഇക്കാര്യത്തിൽ മുഈൻ അലി തങ്ങളെ നേരിൽ കാണുമെന്നും റാഫി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. 2 ദിവസത്തിനകം തങ്ങൾ പരാതി പിൻവലിക്കുമെന്നാണ് തന്റെ പ്രതീക്ഷയെന്നും റാഫി വ്യക്തമാക്കിയിട്ടുണ്ട്. നാളെ മിക്കവാറും തങ്ങളെ കാണുന്നുണ്ട്, ഇന്ന് വിളിച്ചിട്ടുണ്ട്, തങ്ങളെ സംസാരിച്ചിട്ടുണ്ട്. എന്തായാലും നല്ല രൂപത്തിൽ തന്നെ പ്രശ്നങ്ങളൊന്നുമില്ല. ഫോണിൽ എന്താണ് സംസാരിച്ചത്? തങ്ങളുടെ മറുപടി എങ്ങനെയായിരുന്നു? കേസ് സംബന്ധമായിട്ട് തങ്ങൾ നാളെ ഇവിടെ വരുന്ന പോലീസ് വിളിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സംസാരിച്ച് എന്താണെന്നുള്ള രൂപത്തിൽ പോകുന്നു. സമവായത്തിൽ സൗഹൃദ സംഭാഷണത്തിൽ പറഞ്ഞതെന്നാണ് ഇപ്പോൾ കൊടുത്തത് മൊഴി. അതെ അതെ, തങ്ങൾ കൊടുത്തതിനനുസരിച്ച് തങ്ങളതായിട്ടുള്ള ഒരു മൊഴി എൻ്റെ ഭാഗത്താണ് വീഴ്ച വന്നെന്നുള്ള രൂപത്തിൽ തന്നെ സംസാരിച്ചിട്ടുണ്ട്. പാർട്ടി നേതാക്കളെ വെല്ലുവിളിച്ച് പോകാനാണ് തീരുമാനമെങ്കിൽ വീൽ ചെയറിൽ പോകേണ്ടി വരുമെന്നും ഇനി പുറത്തിറങ്ങാനാകില്ലെന്നുമായിരുന്നു മുഈൻ അലി തങ്ങൾക്ക് വാട്സാപ്പ് വഴി ലഭിച്ച ഭീഷണി സന്ദേശം. റാഫിയാണ് സന്ദേശം അയച്ചതെന്ന് ചൂണ്ടിക്കാട്ടി തങ്ങൾ പരാതി നൽകിയിരുന്നു. സംഭവത്തിൽ ലീഗ് മുഈൻ അലി തങ്ങൾക്കൊപ്പമാണെന്ന് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം വ്യക്തമാക്കിയിട്ടുണ്ട്. കുറ്റവാളിക്കെതിരെ ശക്തമായ ശിക്ഷാ നടപടി സ്വീകരിക്കണമെന്നും പോലീസ് നടപടി വേഗത്തിലാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മുഈൻ അലി തങ്ങൾക്കെതിരായ ഭീഷണിയിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് സമസ്തയുടെ പോഷക സംഘടനയായ SKSSF ആവശ്യപ്പെട്ടിട്ടുണ്ട്.